Today, in the last class, we have seen what is internal check and what are the advantages of internal check. And today, let us discuss about the limitations, right? About the limitations of internal check. So, internal check, as we know, it is a check which is done internally before the final audit has been made. Clear? And the company appoints a person or the company's employees does the internal check. Clear? So, internal check will not be efficient unless the organizations are clearly identified and properly. So, the functions of the organization must be clearly identified and properly arranged. Only then internal check seems to be useful. Clear? So, let us see the serious limitations of internal check. It it creates higher cost of production, right? So higher cost of production in the sense പഴയ ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നിന്നിട്ട് ഒരു കുറച്ചും കൂടിയും ആ ഓർഗനൈസേഷന് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കൂട്ടാനാണ് ഇത് ചെയ്യുക. കാരണം വേറൊരു പിന്നെ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാണ്. അതിൽ ഒരിക്കൽ ചെയ്ത വർക്ക് തന്നെ വീണ്ടും ചെക്ക് ചെയ്യാണ്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം പക്ഷേ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എപ്പോഴും കൂടുതലായിരിക്കും ഇന്റേണൽ ചെക്ക്. കാരണം അതിനു വേണ്ടിയിട്ടും കൂടി ആൾക്കാരുടെ ടൈം അവിടെ ഇൻവോൾവ് ചെയ്യാണ്. ഇതേപോലെ തന്നെ അടുത്ത പോയിന്റും അതെ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആണ്. ഒരേ വർക്ക് ചെയ്ത വർക്ക് തന്നെയാണ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ വർക്ക് ലോഡ് ഓഫ് ദ എംപ്ലോയി. സോ ഇന്റേണൽ ചെക്ക് ഒരാൾ ചെക്ക് ചെയ്ത സാധനം തന്നെ വേറൊരാൾ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അയാളുടെ രണ്ടുപേരുടെ ടൈം അവിടെ നഷ്ടപ്പെടുകയാണ്. സോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആണ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ വർക്ക് ലോഡ് ഓഫ് ദ എംപ്ലോയി. എപ്പോഴും ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് അല്ല ഫോർ എലിമിനേറ്റിംഗ് ദ എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. എറേഴ്സും ഒമിഷൻസും ഉണ്ടാവാം, അത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ഒന്നുമല്ല internal check. Internal check ഉള്ളതുകൊണ്ട് errors will be zero. You cannot consider like that. Clear? Even there are possibilities for committing frauds and manipulations with the collusion of other employees. അതായത് ഫ്രോഡൊക്കെ കള്ളത്തരം ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. കാരണം ബാക്കി എംപ്ലോയീസിനെ കൂട്ടുപിടിച്ച് വീണ്ടും മാനിപ്പുലേഷൻസ് നടത്താനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ പിന്നെ ഒരു എംപ്ലോയി ചെയ്ത വർക്ക് വേറൊരാൾ ചെയ്യാണ്. റൂട്ടീൻ വർക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലൈസേഷൻ ആണ്. എംപ്ലോയീസ് ഡൂയിങ് റിപ്പീറ്റേറ്റീവ് ആൻഡ് റൂട്ടീൻ വർക്ക്. അപ്പോൾ ഒരേ വർക്ക് തന്നെ കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമുക്കൊരു ഇത് വരും, നമ്മൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയി എന്നുള്ളൊരു തോന്നലൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുക അറിയോ? വർക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കും, കെയർലെസ്നെസ്സും നെഗ്ലിജൻസും കൂടും. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്കൊരു സ്റ്റഡി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൃത്യത ഉണ്ടാവില്ല. കാരണം കുറേ കാലമായി ഞാൻ ഈ വർക്ക് തന്നെ ചെയ്യണു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ഈവൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന്റെ റിസ്ക് കൂടുതലാണ് ഇഫ് ഇന്റേണൽ ചെക്ക് ഇസ് നോട്ട് ഡിപ്പെൻഡബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. ഇന്റേണൽ ചെക്ക് എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഫിഷ്യൻറ്റ് ഇപ്പം നേരെ തിരിച്ചു ആവാം. കാരണം എഫിഷ്യൻസി തീരെ ഇല്ലാതെ ആവുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അവസാനം പുറത്തുനിന്ന് വരുന്ന ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ഇന്റേണൽ ചെക്സിന്റെ ഡിസഡ്വാൻറ്റേജുകൾ. ക്ലിയർ? ഇനി ഓരോന്നും ഇന്റേണൽ ചെക്സ് ക്യാഷ് ട്രാൻസാക്ഷൻസിൽ എങ്ങനെയൊക്കെ ചെയ്യണത് എന്നുള്ളതാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മിസ്അപ്രോപ്രിയേഷൻ ഒക്കെ എപ്പോഴും സാധ്യത ഉള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ, റൈറ്റ്? അപ്പോൾ ഫ്രോഡും മിസ്അപ്രോപ്രിയേഷനും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. കാരണം ഏറ്റവും അധികം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അസറ്റ് ക്യാഷ് ആണ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് വെരി അബ്സല്യൂട്ട്ലി നെസസറി ടു എക്സസൈസ്. ഇന്റേണൽ ചെക്ക് ഒരുപാട് യൂസ്ഫുൾ ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്റേണൽ ചെക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസിനാണ് വേണ്ടത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഐ നീഡ് നോട്ട് ടെൽ യു ഇൻ അഡ്വാൻസ്. ക്യാഷ് ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻ ഹാൻഡ്, ചെക്സ്, ഡ്രാഫ്റ്റ്സ്, ബിൽസ് എക്സെട്ര. അപ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്,
ഈസിലി ട്രാൻസ്ഫർ ടു ക്യാഷ് അവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ക്യാഷിൽ ഇൻക്ലൂഡ് ചെയ്യണത് ക്യാഷ് ഇൻ ഹാൻഡും ചെക്സും ഡ്രാഫ്റ്റ്സും ആണ്. ക്ലിയർ? എല്ലാ ക്യാഷ്, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇന്റേണൽ ചെക്ക് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഇപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ടു ബി ഡൺ ഇൻ ബാങ്ക്, ഐ മീൻ ത്രൂ ബാങ്ക്സ്. എല്ലാ റെസീപ്റ്റ്സും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. എല്ലാ പേയ്മെൻറ്റും ചെക്ക് വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് വഴിയാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ചില ക്യാഷ് ട്രാൻസാക്ഷൻസ് എസ്പെഷ്യലി പെറ്റി എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ബാങ്ക് വഴി തന്നെയാണ്, ബാങ്ക് വഴി ഡീൽ ചെയ്യാൻ പറ്റില്ല. നോർമലി ക്യാഷ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. 120 രൂപ 150 രൂപ പെറ്റി ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇന്റേണൽ ചെക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ ഇന്റേണൽ ചെക്ക് സംഭവിക്കാവുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തമ്മിൽ എപ്പോഴും ഒരു ചെക്ക് ഉണ്ടാവണം. And check on cash receipts, and finally check on cash payments. Clear? So these are the 3 cases in which internal check need to be there. Internal check വേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ക്ലിയർ? അപ്പോൾ ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ the following points should be considered in respect of the cash and bank balance. ഇപ്പോൾ എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്യാഷ് ആണ്. അതായത് ലിക്വിഡ് ക്യാഷ് ടു ബി ഡിറ്റർമൈൻഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ടൈം മസ്റ്റ് ബി പ്രീ ഡിറ്റർമൈൻഡ്. എപ്പോഴാണെങ്കിലും ലിക്വിഡ് ക്യാഷ് നമ്മൾ എത്ര കീപ്പ് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. അതായത് ഓരോ പോയിന്റിലും, ഇപ്പോൾ നമ്മൾക്ക് ഹൈ ഇൻഫ്ലേഷൻ വരുന്നു, ഹൈ റിസഷൻ വരുന്നു, ഭയങ്കര ടൈറ്റ് ആവണു, അല്ലെങ്കിൽ ഹൈ നീഡ് ഓഫ് ഇൻവെൻട്രി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടാവണം. അപ്പോൾ ഓരോ സമയത്തും ഓരോ പോയിന്റ് ഓഫ് ടൈമിലും വാട്ട് ഇസ് എ നീഡ് ദാറ്റ് ഇസ് ടു ബി കെപ്റ്റ് ആസ് ലിക്വിഡ് ക്യാഷ് മസ്റ്റ് ബി പ്രീ ഡിറ്റർമൈൻഡ്. ഒരിക്കലും അത് അപ്പോഴത്തെ ഒരു ഡിസിഷൻ ആവരുത്. അങ്ങനെ ഡിസിഷൻസ് അപ്പോഴെടുക്കുമ്പോഴാണ് മിസ്അപ്രോപ്രിയേഷൻസും ഫ്രോഡ്സും ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവണത്. ക്ലിയർ? മറ്റത് അവർക്ക് അറിയാം, ക്യാഷിയർക്കും അറിയാം, ക്യാഷ് ഡീൽ ചെയ്യണ എല്ലാവർക്കും അറിയാം എത്ര എമൗണ്ട് ആണ് കീപ്പ് ചെയ്യണത് എന്ന്. Clear? Any excess amount over the cash float should be deposited in banks or invested in short-term securities. അതായത് ലിക്വിഡ് ക്യാഷിന് പുറമേയുള്ള എന്ത് എക്സസ് എമൗണ്ട് ആണെങ്കിലും അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്. റൈറ്റ്? ഈ 2 കേസിലുമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറ്. മനസ്സിലാവില്ലേ? ആൻഡ് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺസ്, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ക്യാഷിന്റെ ബാലൻസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാവരും ഡീൽ ചെയ്യേണ്ട ഒരു സാധനമല്ല. ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺസ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ദ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്ലിയർ? ആൻഡ് ഇൻട്രൊഡ്യൂസ് ഫൈനലി പെറ്റി ക്യാഷ് എക്സ്പെൻസുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്, ഇൻട്രൊഡ്യൂസ് ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം. ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ 120 രൂപ ഈ മാസം 120 രൂപ പെറ്റി ക്യാഷ്യർക്ക് കൊടുത്തു, അയാൾ അതൊന്ന് ചെലവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ അടുത്ത മാസം അതിലേക്ക് 120. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, എല്ലാ മാസത്തെ മിനിമം ബാലൻസ് 120 എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം ആണ് ഏറ്റവും നല്ല മെത്തേഡ് ഫോർ പെറ്റി ക്യാഷ് പേയ്മെന്റ്സ്. ക്ലിയർ? റിപ്ലനിഷ്മെന്റ് ഓഫ് ഇംപ്രസ്ഡ് ക്യാഷ് ഷുഡ് ബി ചെക്ക് ബൈ ഇന്റേണൽ ഓഡിറ്റർ. എന്തായാലും പെറ്റി ക്യാഷ് എക്സ്പെൻസസ് ഇംപ്രസ്ഡ് ഫോമിൽ കീപ്പ് ചെയ്യുമ്പോൾ ആ പൈസ ചെലവാകുന്നത് ഇന്റേണൽ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. റീപ്ലനിഷ്മെന്റ് പറയുമ്പോൾ അത് തീർന്നു പോണത്, കാരണം ആ തീരണതിനനുസരിച്ച് പൈസ ഓരോ മാസം കൊടുക്കണം. ക്ലിയർ? അപ്പം അത് പെറ്റി ക്യാഷ് ഇന്റേണൽ ഓഡിറ്റർ ശ്രദ്ധിക്കണം. ക്യാഷ് ബാലൻസ് എപ്പോഴും ഓഫീസ് അവേഴ്സ് കഴിഞ്ഞാൽ സേഫ് കസ്റ്റഡിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ക്ലിയർ? ഇതൊക്കെയാണ് ക്യാഷ് ബാലൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാമ്പിൾ, ഫിസിക്കൽ ചെക്ക് ഷുഡ് ബി മെയ്ഡ് റെഗുലർലി ടു വെരിഫൈ ക്യാഷ് ബാലൻസസ് വിത്ത് ക്യാഷ് ബുക്ക്.
ഫിസിക്കൽ ചെക്ക് വെരിഫൈ ചെയ്യണം. അതായത് ക്യാഷ് ബുക്കും ക്യാഷ് ബാലൻസും ആയിട്ട് നമ്മൾ ഫിസിക്കൽ ചെക്ക് നമ്മൾ എണ്ണി തന്നെ നോക്കി റെഗുലർലി അത് കൃത്യമാക്കണം. ക്ലിയർ? മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. there must be a system to reconcile ബാങ്ക് അക്കൗണ്ട്സ് വിത്ത് ക്യാഷ് ബുക്ക് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. കാരണം പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് അക്കൗണ്ടഡ് അല്ലെ. നമ്മൾ പറയാറില്ലേ there is a difference in ക്യാഷ് ആൻഡ് ബാങ്ക് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമുക്ക് റെഗുലർലി അറിയുന്ന കാര്യമായതുകൊണ്ട് അതിനൊരു സിസ്റ്റം ഉണ്ടാവണം റീകൺസിലിയേഷൻ ഒക്കെ കീപ്പ് ചെയ്യാൻ. ക്ലിയർ? ഇതാണ് ക്യാഷ് ബുക്കിന്റെ ഒരു ഇന്റേണൽ ചെക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി ചെക്ക് ഓൺ ക്യാഷ് റെസീപ്റ്റ്സും ചെക്ക് ഓൺ ക്യാഷ് പേയ്മെന്റ്സും ഉണ്ട്. that we will deal in the next class. Clear? Okay, take care. Bye bye.